ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ്. SUT ഹോസ്പിറ്റൽ പട്ടത്തെ പ്രധാന വാസ്കുലർ സർജൻ. വാസ്കുലർ സർജറി എന്ന വാക്കുകൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഹൃദയം പമ്പ് ചെയ്യുന്ന ശുദ്ധരക്തം എല്ലാ കശേരുക്കളിലേക്കും എല്ലാ അവയവങ്ങളിലേക്കും പോയി അതിന് വേണ്ട ഓക്സിജൻ, ഗ്ലൂക്കോസ്, ഹോർമോൺസ്, കെമിക്കൽസ് ഇതെല്ലാം കൊടുക്കുകയും തിരിച്ച് അശുദ്ധ രക്തക്കുഴൽ വന്ന് ഹൃദയത്തിലേക്ക് വന്ന് അത് ശ്വാസകോശത്തിലെ പൾമണറി ആർട്ടറീസിൽ പോയി ഓക്സിജൻ ആ രക്തത്തിൽ കലർന്ന് തിരിച്ച് വീണ്ടും ഹൃദയത്തിലേക്ക് വരും. അങ്ങനെ നമ്മുടെ ജീവൻ തന്നെ നിലനിർത്തുന്നത് ഈ രക്തചംക്രമണമാണ്. അതിൽ മുഖ്യ പങ്ക് ഹൃദയത്തിനാണ്. അതേസമയം ഈ രക്തധമനികൾ കൂടെ പ്രയാസമൊന്നും ഇല്ലാതിരുന്നാൽ മാത്രമേ നമ്മുടെ ജീവനും ക്വാളിറ്റി ഓഫ് ലൈഫും കിട്ടുകയുള്ളൂ. ശുദ്ധരക്തക്കുഴലുകളിലെ പ്രധാന പ്രയാസങ്ങളുണ്ടാവുന്നത് അതെറോസ്ക്ലറോസിസ് എന്ന ഒരു അസുഖം മൂലമാണ്. അതെറോസ്ക്ലറോസിസ് കൂടുതലായും ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ അംശം ഈ രക്തക്കുഴലിൽ അടിഞ്ഞ് രക്ത ഓട്ടം അതാത് കശേരുക്കൾക്കും അവയവങ്ങൾക്കും എത്തിച്ചേരാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ അസുഖം കാരണം അത് ഹൃദയത്തിലേക്ക് കൊറോണറി ആർട്ടറി എന്ന് പറയും, തലച്ചോറിലേക്ക് പോകുന്ന കരോട്ടിഡ് ആർട്ടറി, അല്ലെങ്കിൽ കാലിലേക്ക് പോകുന്ന ഫിമോറൽ ആർട്ടറി, കിഡ്നിയിലേക്ക് പോകുന്ന റീനൽ ആർട്ടറി, കുടലിലേക്ക് പോകുന്ന മെസെൻട്രിക് ആർട്ടറി, ഏത് അവയവങ്ങളിലും 60-65 വയസ്സിൽ കൂടുതലുള്ള ആണുങ്ങൾക്കാണ് 10ൽ 8 പേർക്കും ഈ പ്രയാസങ്ങൾ ഉണ്ടാവുക. സ്ത്രീകൾ 60 വയസ്സ് വരെ 55 വയസ്സ് വരെ അവർക്ക് ഈസ്ട്രജൻ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതുകൊണ്ട് ഇത്ര ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല. ഇതിൻ്റെ പ്രയാസങ്ങൾ എല്ലാ അവയവങ്ങളിലും ഇതിൻ്റെ തുടക്കമുണ്ടെങ്കിലും ചില അവയവങ്ങളിൽ മാത്രം അത് കൂടുതലായി വരികയും അതാണ് സാധാരണ രോഗികൾ പ്രയാസമായി ഞങ്ങളുടെ അടുത്തേക്ക് വരാറ്. അതായത് കാലിലേക്കുള്ള രക്തക്കുഴലുകളാണ് കൂടുതൽ അടഞ്ഞിരിക്കുമെങ്കിൽ അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു 2-3 കിലോമീറ്റർ നടന്ന ഒരാൾ പെട്ടെന്ന് ഒരു 1/2 കിലോമീറ്റർ നടക്കുമ്പോൾ കാലിൽ ഈ മസിൽ പേശിപ്പിടുത്തം ഉണ്ടാവുക, നടക്കാൻ പറ്റാത്ത അവസ്ഥ വരിക, അല്ലെങ്കിൽ നിറവ്യത്യാസം ഉണ്ടാവുക, വെറുതെ ഇരിക്കുമ്പോൾ തന്നെ കാലിലേക്ക് വേദന വരിക, പുണ്ണുണ്ടാവുക, നീല നിറം വരിക, ഇതെല്ലാം രക്തോട്ടം കാലക്രമേണ ചികിത്സയില്ലാതെ കുറഞ്ഞു വന്ന് ആ അവയവങ്ങളുടെ തന്നെ, അതായത് കാലിൻ്റെ തന്നെ പ്രവർത്തനത്തിന് കേടുപാട് വരുമ്പോഴാണ്. ഇതേമാതിരി തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് കൊറോണറി ആർട്ടറിയിലുള്ള കൊഴുപ്പിൻ്റെ അംശം തടഞ്ഞ് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനും മസിൽസ് പമ്പിങ്ങിനും മോശം അവസ്ഥ വരുന്നതുകൊണ്ടാണ്. തലച്ചോറിലേക്ക് പോകുന്ന പക്ഷാഘാതം ഞങ്ങൾ ചികിത്സിക്കുന്നുണ്ട്. അതിന് ഈ എല്ലാ ശുദ്ധരക്ത കുറവിൻ്റെ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് പലതരത്തിലും ചികിത്സയുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി തന്നെ അവർക്ക് സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ, പുകവലി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിർത്തണം. പ്രമേഹം ഉണ്ടെങ്കിൽ അതും ഒരുവിധം കൺട്രോളാക്കി വരണം. ഭക്ഷണത്തിൽ വ്യത്യാസം വരുത്തണം. ബ്ലഡ് പ്രഷർ അധികമായ പ്രഷർ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കഴിക്കണം. ചുരുക്കത്തിൽ 45 വയസ്സിൽ കൂടുതലായാൽ അതിനു മുമ്പേ പറ്റുമെങ്കിൽ ഒരു ഡിസിപ്ലിൻ ലൈഫ് എന്ന് പറയും, ഭക്ഷണത്തിൽ ക്രമത്തോടുകൂടി, അതേസമയം ചെറിയ തോതിലെങ്കിലും ദിവസം ഒരു 8-10 മിനിറ്റ് വ്യായാമം ചെയ്യുക. എന്തെന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം കൂടുതൽ ഭക്ഷണം കഴിക്കുകയും കുറവ് കാലറി കത്തിക്കാതിരിക്കുകയും, അതായത് നമ്മൾ മിക്കവാറും ഒരു TV-യുടെ മുമ്പിലോ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലോ ഇരുന്നിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത്. വ്യായാമം കുറവാണ്. അതുകൊണ്ട് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും വ്യായാമം ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഒരു ക്രമവും, അധികം ഭക്ഷണം നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. 40-45 വയസ്സിൽ കൂടുതൽ അതിനുശേഷമുള്ള ഭക്ഷണം നമ്മൾ കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് കൊളസ്ട്രോൾ അധികമാവും, വയറ് ചാടും, ദേഹം മുഴുവൻ കൊഴുപ്പിൻ്റെ അംശം വരും, ഹാർട്ടിൻ്റെ മുകളിൽ തന്നെ ഈ കൊഴുപ്പിൻ്റെ അംശം വരാം. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഈ കൊറോണറി രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ വന്ന് ഹൃദയത്തിലേക്കുള്ള രക്തോട്ടം പ്രയാസം വരുന്നത്. മരുന്നുകൊണ്ട് മാറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഇപ്പോൾ കീ ഹോൾ സർജറി ഉണ്ട്. അതിന് സ്റ്റെൻഡിങ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും, ബലൂൺ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. ആ കൊഴുപ്പിൻ്റെ അംശം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തടസ്സം മാക്സിമം മാറ്റാൻ നോക്കുക. അതും പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായും
തുറന്ന ശസ്ത്രക്രിയ മൂലം നമുക്ക് ഒന്നുമില്ലേ ഈ കൊഴുപ്പിൻ്റെ അംശം മാറ്റുകയോ അല്ലെങ്കിൽ ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യുകയോ കാലിലെ അശുദ്ധ രക്തക്കുഴൽ വെച്ച് കൊറോണറി ആർട്ടറിയിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതേസമയം മഹാധമനി ആ രക്തക്കുഴലിൽ കൊഴുപ്പിൻ്റെ അംശം വന്ന് അത് വികസിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടാൻ സാധ്യതയുണ്ട്. അതിന് നമ്മൾ കൃത്രിമമായ പോളിയസ്റ്റർ മെറ്റീരിയൽ കൊണ്ടാണ് നമുക്ക് ചികിത്സിക്കേണ്ടത്. അതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുകയാണ് ഏറ്റവും നല്ലത്. ചെറിയ തോതിലെങ്കിലും ഞാൻ സാധാരണ പറയാറുള്ളത്, ചെറിയ തോതിലെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യുകയും ഭക്ഷണത്തിന് ക്രമീകരണം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സുഖകരമായി കൊണ്ടു നടക്കാൻ പറ്റും. അസുഖം വന്നിട്ട് ചികിത്സിക്കണമെങ്കിൽ നല്ലത് അസുഖം വരാതെ നോക്കുകയാണ്. സോ ഇഫ് യു ക്യാൻ വാക്ക് എ മൈൽ, you can live with smile. Thank you very much.